ഇന്ന് വന്നേക്കുന്ന കുറച്ച് കുഞ്ഞു ടിപ്സുമായിട്ടാട്ടോ. അതിനായിട്ട് കുറച്ച് കോൾഗേറ്റിന്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ ഒരു പഴയ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വിനാഗിരി ഒഴിക്കുന്നതുകൊണ്ട് തന്നെ വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ സ്വിച്ച് ബോർഡ്സിന്റെ അഴുക്കൊക്കെ ക്ലീൻ ചെയ്ത് കളയാൻ പറ്റൂ കേട്ടോ. ഇതുപോലെയുള്ള സൈഡുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ മാറ്റം കാണാൻ പറ്റുവേ. പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പ്ലഗ് ഉള്ള ഭാഗത്ത് പ്ലഗിന്റെ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം മാത്രമേ ചെയ്തു കൊടുക്കാവുള്ളൂ. ഇപ്പൊ കണ്ടത് നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ഇതേ സൊല്യൂഷൻ വെച്ച് തന്നെ നമ്മുടെ ടാപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് മെറ്റലിന്റെ ആണെങ്കിലും ഇനി പ്ലാസ്റ്റിക് ടൈപ്സ് ആണെന്നുണ്ടെങ്കിലും ഈ സെയിം മിക്സ്ചർ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും. അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള 2 ഐറ്റം വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ആയിട്ടുള്ള ഐഡിയ അല്ലേ. അപ്പോൾ ഇതില്ല, ഇനി വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്താലും മതി കേട്ടോ. ഹെവി ആയിട്ടുള്ള അഴുക്ക് ഉണ്ട്, നമ്മളിപ്പോൾ ഉപയോഗിക്കാതെ കിട്ടിയിട്ട് വീണ്ടും ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടാപ്പുകളിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കൊണ്ട് നല്ല അടിപൊളി ക്ലീൻ ആവുന്ന മാത്രമല്ല നല്ല ഷൈനിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, ഇതുപോലെ നമ്മുടെ കത്രികയ്ക്കൊക്കെ ഒന്ന് മൂർച്ച പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ കത്രികയ്ക്ക് മൂർച്ച കൂടി കിട്ടും. നമ്മുടെ തുണി വെട്ടുന്ന കത്രികയാണെന്നുണ്ടെങ്കിലും ഈ സെയിം മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പിച്ചാത്തിക്കൊക്കെ പെട്ടെന്ന് മൂർച്ച കൂട്ടാനുള്ള ഒരു ട്രിക്കാണ്. അതിനായിട്ട് നമുക്ക് വീട്ടിലുള്ള ഒരു സെറാമിക് മഗ് എടുക്കുക. അതിനുശേഷം അതിന്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് അതിന്റെ 2 സൈഡും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി കിട്ടും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അരിയാൻ പെട്ടെന്ന് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇത് നല്ലപോലെ മൂർച്ച കൂടി കിട്ടുള്ളൂ. കണ്ട. ഇനി നമുക്ക് നമ്മുടെ ഇതുപോലെ നമ്മൾ വെജിറ്റബിൾ ഒക്കെ ഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ബ്ലേഡ് ചിലപ്പോൾ മൂർച്ച പോകാറുണ്ട്. അപ്പൊ അതിനും പറ്റിയ മെത്തേഡാണ് ഈ മഗ് ഉണ്ടല്ലോ, ആ മഗ്ഗിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതും അടിപൊളിയായിട്ട് മൂർച്ച കൂടി കിട്ടും. ഇനി പെട്ടെന്ന് ഒരു മൊബൈൽ സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു നമ്മുടെ പ്ലഗിലേക്ക് നമ്മുടെ ഫോണൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ കമന്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസും കുക്കിംഗ് വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം.